ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളെന്നും വീഡിയോ ഇടുന്നതും. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെയാണ് ഞാൻ അധികം ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ആണോ ലോങ് വീഡിയോ ആണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്, അതുപോലെ നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ഇടുമ്പം പിന്നെ വലിയ വ്യൂവും വലിയ ചാനൽ പോലെ വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഷോർട്ട് വീഡിയോസിനാണ് പിന്നെയും വലിയ കുഴപ്പമില്ലാതൊന്ന് ഇത്തിരിയെങ്കിലും ഒരു മെച്ചമുണ്ട് എന്ന് തോന്നുന്നത്. ലോങ്ങിന് പറ്റ കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാവർക്കും ചിലപ്പോൾ അധികം ഷോർട്ട് കാണാനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. പക്ഷെ നമുക്ക് കാര്യം വേണമെന്നുണ്ടെങ്കിൽ ലോങ് തന്നെയാണ് വേണ്ടത്. ഷോർട്ടിൽ ഉണ്ടാവില്ല എന്നല്ല കേട്ടോ, അത്രത്തോളം വ്യൂസും ലക്ഷങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് തന്നെ മതി. അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഇടയിൽ ഇതുപോലെ ലോങ് വീഡിയോ ഒക്കെ കൊണ്ടുപോകണം കേട്ടോ. എന്തായാലും കാര്യങ്ങൾ പറഞ്ഞ് പോണ കൂട്ടത്തിൽ വീഡിയോ എവിടെയോ എത്തിപ്പോയില്ലേ. അപ്പോൾ ഇന്ന് ഇതാട്ടോ മക്കൾക്ക് വീണ്ടും മദ്രസ് ലീവൊക്കെ കഴിഞ്ഞ് മദ്രസൊക്കെ തുറന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾക്ക് നമുക്കിവിടെ സ്കൂളില്ലാത്ത ദിവസം 7 മണി മുതൽ 10:30 വരെയാണ് കേട്ടോ മദ്രസ ഉള്ളത്. അപ്പോൾ അവർക്ക് രാവിലെ ചായയും കടിയൊക്കെ ആക്കി കൊടുക്കണം. മദ്രസയിലേക്ക് കൊടുത്ത് വിടാനാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടികൾക്കുള്ള നാസ്ത കൊടുത്ത് വിടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 9 മണി 8:45 9 മണിയൊക്കെ ആവണ ആ ഒരു സമയത്ത് മക്കൾക്ക് കഴിക്കാനുള്ള ഒരു ടൈം മദ്രസയിൽ നിന്ന് കൊടുക്കും. അപ്പോൾ പിന്നെ അവർക്കുള്ള കടി നമ്മൾ വീട്ടിൽ നിന്ന് ആക്കി കൊടുക്കണം കേട്ടോ. ഒരു കണക്കിന് അത് നല്ലതാണ് കേട്ടോ. നമ്മളെ ചായം കടി വേഗം ആവുകയും ചെയ്യും. 7 മണി ആകുമ്പോഴത്തേക്കും മക്കൾ പോവുകയും ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മളെ ചായം കടിയൊക്കെ ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഫസ്റ്റത്തെ ദിവസം തന്നെ ഞാൻ ഭൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എളുപ്പത്തിലാവുകയും ചെയ്യുമല്ലോ. എളുപ്പമാവണ പരിപാടിക്കൊക്കെ ഇത്ര നേരത്തെ നമുക്ക് നിൽക്കാനും പറ്റുള്ളൂ. ഇപ്പോൾ ഭൂരിക്കുള്ള മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. മൊത്തം ഒന്നും ചുട്ടിട്ടില്ല കേട്ടോ. ഇവർക്ക് രണ്ടാൾക്കുള്ളത് മാത്രം ചുട്ടിട്ട് ബാക്കി അങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്. അപ്പം നിച്ചുമോള് ഇവിടുന്ന് തിന്നിട്ട് പോയിട്ടോള് കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞ്. നാഫിമോന് പിന്നെ പാത്രത്തിൽ ഞാൻ ടിപ്പിയിലാക്കി കൊടുത്തു കേട്ടോ ഓനക്കുള്ളത്. അപ്പോൾ ഓൻ അത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. നിച്ചോള് പിന്നെ വീട്ടിൽ നിന്ന് ചായയും കുടിച്ചു. അങ്ങനെ ഓർക്കുള്ളതൊക്കെ പറഞ്ഞയച്ചത് ഓരോ കൂടെ ഞാനും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മളെ വീടിൻ്റെ മൊഞ്ച് അങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് വാങ്ങിയത് പിന്നെ ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ പുറകിൽ അങ്ങനെ വരും. അപ്പോൾ ഞാൻ എന്താ പറയുക, ഫ്രിഡ്ജ് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. നമ്മൾ അനിയൻ്റെ വീട്ടിലത്തെ ഫ്രിഡ്ജ് നമ്മളെ വീട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു തിരിച്ച് വന്നപ്പോൾ ഓരോ ഫ്രിഡ്ജ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം ഇത് ഉണ്ടായിങ്ങോണ്ട് നിന്നപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക, ആദ്യം നമുക്ക് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇല്ലാത്തപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. വാങ്ങണമെന്നോ വേണമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. വീടൊക്കെ ആയിട്ട് വാങ്ങാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരിത് തന്ന സമയത്ത് നോമ്പിനൊക്കെ നല്ല ഉപകാരമായിരുന്നു. അല്ലാത്തപ്പോഴും ഒക്കെ നല്ലൊരു ഉപകാരം തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നപ്പം. അപ്പോൾ അത് കൊണ്ടുപോയപ്പോൾ നമുക്ക് അതിൻ്റെ എന്താ പറയുക ഇല്ലാണ്ടായപ്പോൾ കുട്ടികൾക്കും ഒക്കെ ഒരു എന്തോ ഒരു ഇടങ്ങാറ് പോലെ. അപ്പോൾ ഇക്കാനോട് പറഞ്ഞപ്പോൾ ഒന്ന് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ ചെറുതൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് വീട്ടിലേക്ക് തൽക്കാലം അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ഫ്രിഡ്ജ് വാങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോയപ്പം എന്താണ് ഇക്ക പറഞ്ഞു, എന്തായാലും വാങ്ങുമ്പോൾ മര്യാദക്ക് നല്ലത് തന്നെ ഒന്ന് വാങ്ങാം. നമുക്ക് ഇനിയിപ്പോൾ വീടും കാര്യങ്ങളൊക്കെ ആയാലും ഇതിങ്ങനെ മാറ്റി മറിച്ചും ഇതാക്കാനും എപ്പോഴെപ്പോഴും പോയി വാങ്ങാനൊന്നും പറ്റുന്ന സാധനം ഒന്നല്ലല്ലോ. അതുകൊണ്ട് വാങ്ങുമ്പോൾ നല്ലത് തന്നെ നോക്കി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. എന്തായാലും വീട് ഇങ്ങനെയാണെങ്കിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരിക്കൽ, നിങ്ങളെ വീട് ഷെഡാണെന്നുണ്ടെങ്കിലും വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം തന്നെയാണ് കേട്ടോ. വീട് ഷെഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നിനും അൽഹംദുലില്ലാ വേറെ ഒന്നിനും ഒരു കുറവില്ല. ഒരു വീട് പണി തുടങ്ങാനൊക്കെ ഉള്ള ആ ഒരു താമസവും കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും നമുക്ക് ഒരു കുറവും ഇല്ല കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ചേദിയൊക്കെ പറ്റ പൊളിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഫ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ അതിലങ്ങോട്ട് വിട്ടുപോയതാണ്. ഫ്രിഡ്ജ് പിന്നെ രണ്ടാളും കൂടെ അങ്ങോട്ട് കയറ്റുന്ന സമയത്ത് ചവിട്ടിപ്പോയാൽ അങ്ങോട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞു പോയതാണ് കേട്ടോ. ആ ചേദിയൊക്കെ അത് മൊത്തത്തിലൊരു വിണ്ട് കീറിയ പോലെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചവിട്ടിയപ്പോൾ ഒരാൾ വീകാൻ പോയതാണ്. നമ്മളിവിടെ അടുത്തുള്ള ഒരു ചെക്കനാണ്. ഓനും ഇക്കയും കൂടെയാണ് കേട്ടോ പിടിച്ചിട്ട് അകത്തേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലങ്ങോട്ട് കാല് തെന്നി പോയപ്പോൾ അങ്ങനെ പൊട്ടിപ്പോയതായിരുന്നു. ഇനിയിപ്പോൾ അവിടെ സിമൻറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടൊന്ന് നന്നാക്കി എടുക്കണം. പിന്നെ ഞാൻ
അതൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ എന്താണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്ന് ഇപ്പം പൂരിക്ക് ചെറുപയർ കറി, മക്കൾക്ക് ഞാൻ തലേ ദിവസത്തെ കറി അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. നാഫിമോൻക്ക് പിന്നെ പൂരിയും തേനും മതി എന്നിട്ട് ഓൻ അതാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുട്ടികൾ പോയതിൻ്റെ ശേഷം പിന്നെ വേഗം ചെറുപയറൊന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കുക്കറിൽ ഞാൻ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല ഇനി കേട്ടോ തലേ ദിവസം. ചെറുപയർ ഞാൻ അങ്ങനെ ഇടലില്ല, ഞാൻ രാവിലെ തന്നെ നേരിട്ട് അങ്ങനെ വേവിച്ചെടുക്കലാണ്. അപ്പോൾ എന്താണ് ഉള്ളിയും പച്ചമുളകും നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെ ചെറുപയറൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേവിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മുറ്റടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അതൊന്ന് തീയാണ്ട് കുറച്ചവിടെ വെച്ചു. നമ്മൾ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതങ്ങോട്ട് വെന്തോളുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പോയി ഒന്ന് മുറ്റൊക്കെ ചുറ്റും മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി വന്നിട്ടാണ് പിന്നെ കറിയൊക്കെ ഒന്ന് വറവിടുന്നത്. അപ്പം എന്താണ് മുറ്റടിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മളെ ചെറുപയർ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വറവിട്ട് ഇങ്ങോട്ട് വെച്ചു. ഞാൻ എത്ര സമയം നോക്കിയിട്ട് ഇത് തിളയ്ക്കണില്ല കേട്ടോ, തിളയ്ക്കണമെന്നില്ല. എന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ പണിയും അതിനൊക്കെ കണ്ട് പോയി നോക്കി വരുമ്പോൾ ഇത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നോക്കുമ്പോൾ നമ്മളെ ഗ്യാസ് അന്ത്യശ്വാസം വലിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഗ്യാസ് തീർന്നതാണ്. ചെറുപയർ തിളച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വറവിട്ട് അത് അങ്ങോട്ട് അടുപ്പത്തായാലും തന്നെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഗ്യാസ് കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെയാണ്, നമുക്ക് ടെൻഷനാണ് ഗ്യാസ് തീരാറിയുന്നത്. പക്ഷെ എനിക്ക് ഭാഗ്യത്തിൽ നിറച്ച് വെച്ച ഒരു കുറ്റി ഉണ്ടായിരുന്നു. നമുക്ക് 2 കുറ്റി ഉണ്ട് കേട്ടോ. ഒന്ന് തീരുമ്പോൾ വേഗം ഒന്ന് നിറച്ച് വെക്കലുണ്ട്. ആ ഒരു ഗ്യാസ് കിട്ടാണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ ആ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് അതിൻ്റെ മുന്നത്തെ ആഴ്ചയിൽ നിറച്ചതുകൊണ്ട് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഗ്യാസ് നിറയ്ക്കണമെങ്കിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു നമ്പർ വരും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെലിവറി കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നമ്പറൊക്കെ വരുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഓരോരോ ഇതായിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഒരു ഗ്യാസ് തന്നെ കിട്ടാൻ എന്തായാലും എനിക്ക് നിറച്ച് വെച്ചത് ഉള്ളതുകൊണ്ടൊരു സമാധാനം. പിന്നെ ഇക്ക വന്നിട്ട് അതൊക്കെ ഒന്ന് ഫിറ്റാക്കി തന്നു. ഞാൻ ബാക്കിയുള്ള കലാപരിപാടികൾ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂരിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മക്കൾ വരുമ്പോൾ ഇനി എന്തായാലും 10:30-11 മണിയാവട്ടോ ഒരു വരാൻ. ഇനിയിപ്പോൾ ഞങ്ങൾ 3 ചായ കുടിക്കാനുള്ളത്. അപ്പോൾ അതാ ഞങ്ങൾക്കുള്ള ചായ കുടിക്കാനുള്ള കടിയും ഇതൊക്കെ ആക്കാൻ നോക്കുകയാണ്. കറി എന്തായാലും ഞാൻ വറവിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ പൂരിക്കുള്ള മാവ് കുഴച്ചത് ഉണ്ടായിരുന്നല്ലോ, അപ്പം നമുക്കുള്ളത് ഇതാട്ടോ. ബാക്കിയുള്ളത് ഞാൻ ചുട്ടെടുക്കുകയാണ്. ഇനിയിപ്പോൾ വെക്കണില്ല, നമുക്ക് കഴിക്കാനും പിന്നെ മക്കൾ മദ്രസ വിട്ട് വന്നാലും അതിലേക്ക് വിശക്കുകയാണെങ്കിൽ ഒരു കഴിച്ചോട്ട വിചാരിച്ച് ഞാൻ മൊത്തത്തിൽ ഉരുളകളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പരത്തി വെക്കുക എന്നിട്ട് ചുടുക അങ്ങനെയൊന്നുമല്ല, പരത്തലും ചുടലും ഒക്കെ കൂടെ ഉണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു അടുപ്പിൽ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്, അപ്പുറത്ത് ഞാൻ പൂരിക്ക് എണ്ണച്ചട്ടിയും വെച്ചിട്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ആ ഒരു തളികേൻ്റെ ചുറ്റും അങ്ങനെ പരത്തി വെക്കും, എന്നിട്ട് അതങ്ങനെ ചുടും. അപ്പം അത് ചുട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടൊക്കെ ആറിയിട്ടുണ്ടാകും. അപ്പോൾ ഒന്ന് വീണ്ടും നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അടുത്തത് ഇങ്ങനെ പരത്തി അതിൻ്റെ ചുറ്റിനെ അങ്ങനെ വെക്കും, എന്നിട്ട് അതെടുത്ത് ചുടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ. നാസിമോനും എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാഫിക്കും നാച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ചൂടോടെ അങ്ങനെ നമ്മൾ ചുട്ടപാട് ചായൻ്റെ കൂടെ ഇനിയിപ്പോൾ കറി ഇല്ലെങ്കിലും കട്ടൻ ചായൻ്റെ കൂടെ നല്ല മധുരട്ട കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പൂരി മൈദേൻ്റെ പൂരി ഇവിടെ ഒക്കെ ചുടാൻ അങ്ങനെ സമ്മതിക്കൂല, ആട്ടപ്പൊടി തന്നെയാണ് കേട്ടോ നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ അതുകൊണ്ടാണ് ചുടൽ. അങ്ങനെ അതവിടെ ചുടൽ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അലക്കാനുള്ള തുണികൾ മെഷീനിലിടാനുള്ളത് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ നമ്മളെ ചുടലും ഈ ഓരോ പണിയൊക്കെ കഴിയുന്നതിൻ്റെ ഇടയിൽ കൂടെ അതങ്ങോട്ട് കഴിച്ചോളും. പിന്നെ കല്ലിൽ അലക്കാനുള്ളത് എല്ലാം കഴിഞ്ഞിട്ടൊന്ന് പിന്നെ അങ്ങോട്ട് പോയിട്ട് അലക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ഇടയിൽ നാസിമോനും എല്ലാം ഇറങ്ങാൻ കേട്ടോ. നമ്മളെ കണ്ണൊന്ന് തെറ്റിയാവും സ്ഥലം വിടും, തറവാട്ടിക്കോ അല്ലെങ്കിൽ അനിയൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ തൊട്ട മുന്നിലുള്ള വീട്ടിൽ അവിടെ അവിടുത്തെ മോളും മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓര് വന്നാൽ ഇപ്പം അങ്ങോട്ടും പോകും കേട്ടോ. പിന്നെ അവിടുത്തെ താത്ത ഒറ്റക്കാണെങ്കിൽ അങ്ങോട്ട് പോകൂല. അവിടെ ഓരോ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ മക്കളോട് കളിക്കാൻ അവരിങ്ങോട്ടും അങ്ങോട്ടൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഓന് വല്ല സ്ഥലം വിടാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഓനെ പിടിച്ചു കൊണ്ടുവന്ന് ഓനിക്കും ചായ കൊടുത്തു, ഇക്കാക്കും ചായയൊക്കെ കൊടുത്തു. പിന്നെ ഇതാ ഞാനും ചെറുപയർ കറിയും പൂരിയൊക്കെ കൂട്ടി ഞാൻ അടുക്കളയിൽ തന്നെ അങ്ങോട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ അങ്ങോട്ട് കുടിച്ചു. ഇനിയിപ്പോൾ വേഗം ചായ കുടിച്ച് കഴിഞ്ഞ പാട് ഇനി പിന്നെ അടിക്കലും തുടക്കലൊക്കെയാണ് സാധാരണ നിൽക്കൽ. അപ്പോൾ ഇന്ന് വിചാരിച്ചു മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ പോയി മീനൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായി. മത്തിയും കുറച്ച് നെത്തളും കുറച്ച് മത്തിയും അങ്ങനെ ഇച്ചിരി വാങ്ങിയതാണ് കേട്ടോ. 100 ഉറുപ്പ്യക്ക് 50 അങ്ങനെ രണ്ടും കൂടെ വാങ്ങിയതാണ്. മത്തി മുളക് ഇടുകയും ചെയ്യുക, പിന്നെ നെത്തൾ പൊരിക്കുകയും ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും നെത്തൾ പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാവൊക്കെ പേച്ച് പോകുന്നുണ്ട്. നമ്മൾ ഈ ഷോർട്ട് വീഡിയോക്ക് വോയിസ് കൊടുക്കണ ആ ഒറ്റ
അത്രക്കൊരു സുഖം നമുക്ക് ലോങ് വീഡിയോക്ക് കിട്ടൂല കേട്ടോ. ലോങ് വീഡിയോയിൽ വോയിസ് കൊടുത്ത് എത്തിക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം എന്താ പറയുക, യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം മനസ്സിലാവുമായിരിക്കും. ഷോർട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷനും ഇല്ല, കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അഥവാ വല്ല ഫാൾട്ട് വന്നു പോയാലും 3 മിനിറ്റാണ് നമുക്കൊരു ഷോർട്ട് വീഡിയോക്കുള്ള ടൈം വരിക. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് രണ്ടാമത് കൊടുക്കാനൊക്കെ ഉള്ള ഒരു സമയമുണ്ട്. ലോങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മുതൽ ഇന്ന് വരെ വോയിസ് കൊടുത്ത് വന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫാൾട്ട് പറ്റി വീണ്ടും അത് ഡിലീറ്റാക്കി രണ്ടാമത് പറഞ്ഞുണ്ടാക്കുക അറിയണതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ എന്നല്ല, മൊത്തത്തിലുള്ള നമ്മളെ വീഡിയോസിലൊക്കെ എന്തെങ്കിലും ഫാൾട്ടോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ ഇതാട്ടോ മീൻ കറി മത്തി മുളകിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുന്ന പാടന്നെ മീൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. നെത്തളും മത്തി ഞാൻ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെത്തൾ പൊരിക്കാനുള്ളത് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാല പെരക്കി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉച്ചക്കത്തേക്ക് പൊരിക്കണില്ല കേട്ടോ. ഇക്കൊക്കെ രാത്രിയാണല്ലോ ഉണ്ടാവുക. പിന്നെ രാത്രിക്കത്തേക്ക് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്ന് ഫ്രിഡ്ജിക്ക് വെച്ചതാണ്. പിന്നെ കറി ഇതാട്ടോ മുളക് ഇട്ട് വെക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും, എനിക്കങ്ങനെയാണ് കേട്ടോ, ചിലപ്പോൾ തോന്നും വേഗം അടിക്കൽ തുടക്കൽ അങ്ങനത്തെ പണികളൊക്കെ കഴിച്ചിട്ട് ചോറും കറി ആക്കാൻ നിൽക്കാമെന്ന്. ചിലപ്പോൾ തോന്നും വേഗം ചോറും കറിയും പിന്നെ അങ്ങനെയൊക്കെ ഇതാക്കി വെച്ചിട്ട് പിന്നെ അടിക്കൽ തുടക്കലിന് നിൽക്കാമെന്ന്. ഓരോ സമയത്ത് ഓരോരോ രീതിയിലാണ് കേട്ടോ എൻ്റെ തോന്നലുകളൊക്കെ. അപ്പോൾ ഇതാട്ടോ മീൻ കറിയുള്ളത് റെഡിയാക്കിയിട്ടുണ്ട്. മീൻ കറിക്കുള്ള സാലനയും കറിയൊക്കെ റെഡിയാക്കി എടുത്തു. അതിലേക്കുള്ള മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊരിക്കാനുള്ളത് മാറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയും ആയി, പൊരിക്കാനുള്ളതും ആയിട്ടുണ്ട്. ഇനി അടുത്തത് എന്ന് വെച്ചാൽ ഉപ്പേരിയാണ്. അപ്പോൾ മീൻ കറിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു ഉപ്പേരിയും കൂടെ വേണമെന്ന് ചിലപ്പോൾ അങ്ങനെ തോന്നും. അപ്പോൾ ഞാൻ ബീട്രൂട്ട് ഉണ്ടായിരുന്നു, അത് കുറച്ച് ദിവസമായി കൊണ്ടുവച്ചിട്ട്, അതുകൊണ്ട് തന്നെ അത് വയസ്സായ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് വാടിയ പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. അത് വാടിയത് കൊണ്ടാണ് തോന്നുന്നുണ്ട് ചിരണ്ടി എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പെട്ടെന്ന് ഇങ്ങോട്ട് ആയി കിട്ടിയില്ല. അതിൽ നമ്മൾ ഉരക്കണ സമയത്ത് വാടിയിട്ടാണ് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ മീൻ കറീൻ്റെ കൂടെ ഒരു ഉപ്പേരിയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ടിതാട്ടോ. ബീട്രൂട്ട് ഒന്ന് ചിരണ്ടി എടുത്ത് അതിലേക്ക് തന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മുറിച്ചിട്ടു കടുക് പൊട്ടിച്ചൊന്ന് ഉപ്പേരി ഒന്ന് അടുപ്പത്താക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാട്ടോ തേങ്ങ ഉണ്ടായിരുന്നു പൊട്ടിച്ചത്. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചിരണ്ടി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പിന്നെ ബീട്രൂട്ട് ഉപ്പേരി അതുപോലെ പയർ അങ്ങനത്തെ ക്യാരറ്റിലൊക്കെ തേങ്ങ നമ്മൾ ഒതുക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചിരണ്ടി ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇക്കാക്ക് ഉപ്പേരിയിലൊക്കെ തേങ്ങ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തേങ്ങ നമ്മൾ അഥവാ ചിലപ്പോൾ തേങ്ങയൊന്നും ഇടാതെ വെച്ചാൽ ഉപ്പേരി വെക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കും എന്താ തേങ്ങ ഇല്ലേന്ന് ചോദിക്കും കേട്ടോ. ചിലപ്പോൾ ഉണ്ടെങ്കിൽ നമുക്കത് പൊട്ടിച്ച് ഇനി ഉപ്പേരിക്കായിട്ടൊരു തേങ്ങ പൊട്ടിക്കണ്ടേ എന്നൊക്കെ ഞാൻ വിചാരിക്കലുണ്ട് കേട്ടോ. എനിക്ക് മാത്രമാണോ ഇങ്ങനത്തെ ചിന്ത എന്നൊന്നും അറിയൂല. ഇനിയിപ്പം ഇന്നെപ്പോലെ തന്നെ വേറെ ആൾക്കാരുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെയുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണെന്നൊന്ന് കമൻറ്റ് ഇട്ടാളാം കേട്ടോ. എന്നാലും നമുക്കൊരു സമാധാനമാണ്, നമ്മൾ മാത്രമല്ല എല്ലാവരും അങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉപ്പേരിയും ആയിട്ടുണ്ട്. അതൊന്ന് പിന്നെ വെന്തേരം ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ചോറ് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചോറ് തീ കത്തിച്ചു, ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഉഷാറൊന്നും ഇന്ന് തീയിന് ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ 3-4 വട്ടം എങ്ങാനും മണ്ണെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മണ്ണെണ്ണ ഒറ്റിക്കും അതും ഇതുമായി തീ കത്തിച്ചെടുത്ത് ഫസ്റ്റ് കത്തിച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വന്നപ്പോഴേക്കും തീ കെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമതും പോയി കത്തിച്ച്, മൂന്നാമതും പോയി കത്തിച്ച്. ഇന്ന് തീ വല്ലാണ്ടൊരു കളിപ്പിക്കലായിരുന്നു കേട്ടോ. ചിലപ്പോൾ അങ്ങനെയാണ്, എന്താണാവോ വിറകൊക്കെ ഉണങ്ങിയത് തന്നെയാണ്. ഇനി നമ്മൾ അതിന്മേലേക്ക് വല്ലാണ്ട് ശ്രദ്ധിക്കായിട്ടാണോ എന്നും അറിയില്ല. എന്തായാലും ഒരു തീയൊക്കെ കത്തി പിടിച്ച് നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. തീ കത്തിച്ച് വെള്ളം വെച്ചപാട് തിളച്ചോ അരി ഇടാനായോ എന്ന് വിചാരിക്കണ്ട. അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെയുള്ള പണിയും കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോഴേക്കും അത് തിളക്കണതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് അലക്കിയ തുണികൾ പിന്നെ മെഷീനിൽ നിന്നൊക്കെ ഒന്ന് എടുത്ത് ആറിടാനുള്ള ആ ഒരു പാകത്തിനാക്കി ബക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തിളച്ചേരതാട്ടോ അരി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അരിയിടലും ചോറിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിച്ചു വാരുക, തുടക്കുക, പാത്രം കഴുകുക, അതുപോലെ വെള്ളം കൊണ്ടുവയ്ക്കണോടത്ത് വെള്ളം കൊണ്ടുവയ്ക്കുക, ബാത്റൂം കഴുകുക, അങ്ങനത്തെ എല്ലാ പണികളും എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചോറും കറിയും ഒക്കെ ആയപ്പോൾ തന്നെ ഒരു സമാധാനം കേട്ടോ. പിന്നെ അതാ വേഗം ചടപട ബാക്കിയുള്ളതൊന്നും അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എപ്പോഴെപ്പോഴും ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മടുക്കൂലേന്ന് വിചാരിച്ചിട്ടാണ്. ചിലപ്പം ചിലത് ഒഴിവാക്കും, ചിലപ്പോൾ ചിലത് എടുക്കും, അങ്ങനെയൊക്കെ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ
എത്രയൊക്കെ ക്യാമറ തുടച്ച് ക്ലിയർ ആക്കി എടുത്താലും നമ്മൾ ഈ ഒരു അടുക്കളയിൽ ചിലപ്പോൾ തീരെ ഒരു വെളിച്ചമില്ലാത്ത പോലെ എനിക്ക് തന്നെ തോന്നലുണ്ട് കേട്ടോ. എനിക്ക് കമൻറ്റിൽ നിങ്ങൾ പറയലുണ്ട് ക്ലിയർ കുറവാണെന്ന്. ആദ്യമൊക്കെ ഇങ്ങനെ പറയലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പെട്ടെന്ന് പോയിട്ട് വേറെ ഐഫോൺ വാങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. അപ്പോൾ തൽക്കാലം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ. പിന്നെ അറിയാമല്ലോ, ജനലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു വെളിച്ചക്കുറവ് നമ്മളെ വീടിനകത്തേക്ക് ഉണ്ട് എന്ന് ഞാൻ എപ്പോഴും പറയാറുമുണ്ട്. പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഇതാ പണികളൊക്കെ തീർത്ത് നമ്മളെ ചോറയ്ക്കലൊക്കെ കഴിഞ്ഞേരതാട്ടോ. ഉച്ച കഴിഞ്ഞേരതാ അവിടെ നല്ല പെയ്ത്താണ് കേട്ടോ മഴ. ഒറ്റൊരു പെയ്ത്ത്, ഒരുപാട് സമയമൊന്നും മഴ പെയ്തുകൊണ്ട് നിന്നിട്ടൊന്നുമില്ല. ഒറ്റൊരു പെയ്ത്ത് ഒന്ന് അങ്ങോട്ട് കുറച്ച് നേരം അങ്ങോട്ട് പെയ്തു, എന്നിട്ട് അങ്ങോട്ട് നിന്നു കേട്ടോ. ഒരു വെറുതെ ഒരു പെയ്ത്ത്. ആ ഒരു ചൂടിനൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. പെരുംചൂടൊന്ന് ആ മഴ പെയ്ത് ഇങ്ങോട്ട് ചോർന്നേരെ പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തത്. ഈ മഴ പെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാൻ തോന്നൂലേ നമുക്ക്. അധികം തോന്നുക എണ്ണക്കടിക്കാണ്. ഇപ്പോൾ നോമ്പ് കഴിഞ്ഞേരം എണ്ണക്കടിമേലേക്ക് വല്ലാണ്ട് അങ്ങോട്ട് പോവലില്ല കേട്ടോ. അതിനൊരു മടി തന്നെയാണ് കേട്ടോ. നമുക്ക് അങ്ങനെയല്ലേ, നോമ്പിന് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ, കടിയും എണ്ണക്കടി കറിയും വലിയ കടിയും ചെറിയ കടിയും ജ്യൂസും എല്ലാം നമ്മൾ ആക്കുന്നുണ്ട്. അങ്ങനത്തെ നമുക്കാണ് വൈകുന്നേരം ചിലപ്പോൾ മക്കൾക്ക് ചെറിയൊരു കടി ഉണ്ടാക്കി കൊടുക്കാൻ വരെ ഒരു മടിയാണല്ലേ, നമുക്ക് തോന്നണം. അഥവാ ഉണ്ടാക്കുകയാണെങ്കിൽ വല്ലപ്പോഴും ഒരു പഴംപൊരിയോ അല്ലെങ്കിൽ ഒരു പക്കവട ഉണ്ടാക്കിയാലായിട്ടോ. വേറെ ഒരു പരിപാടിക്കും ഞാൻ നിൽക്കലില്ല കേട്ടോ. ഇക്ക എപ്പോഴും പറയാം എനിക്ക് വൈകുന്നേരം എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കിക്കൂടെയെന്ന്. പക്ഷെ എന്തോ ഒരു മടിയാണ് കേട്ടോ. അപ്പം ഇന്ന് വൈകുന്നേരം മഴയൊക്കെ പെയ്തേരം ഞാൻ മക്രൂണീൻ്റെത് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് അതിനും മടി. അപ്പം ഞാൻ എന്ത് ചെയ്തു, റവ ഉണ്ടായി. നമുക്ക് നോമ്പിൽ ഒരു കിറ്റിൽ കിട്ടിയതേനു റവ. അതെങ്ങനെങ്കിലുമൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് തീർക്കണ്ടേ വിചാരിച്ചിട്ടാണ്. രാവിലെ നാസ്തക്ക് റവ ഉപ്മാവ് ഉണ്ടാക്കി അവിടെ ആർക്കും പറ്റൂല കേട്ടോ. ഇതുപോലെ വൈകുന്നേരം ചെറിയൊരു വൈകുന്നേരത്തെ ചായക്കൊന്ന് ഇച്ചിരിയൊക്കെ ഒന്ന് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇക്ക അങ്ങനെ കഴിക്കൂല, ഞങ്ങൾ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് റവ അങ്ങോട്ട് വറുത്ത് മക്കൾക്ക് ഉപ്പുമാവും നല്ലൊരു മധുരട്ട കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ റവയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാട്ടോ സിമ്പിളായിട്ടാണ്. ക്യാരറ്റ് കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇടുന്നില്ല. വെറും വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും അങ്ങോട്ട് വാട്ടിയെടുത്തു. ഉള്ളി വല്ലാതെ വാടാനൊന്നും ഞാൻ നിന്നിട്ടില്ല കേട്ടോ. എനിക്ക് ഈ ഉപ്പുമാവിൻ്റെ കൂടെ ആ ഉള്ളി ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അധികം വാട്ടിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തു. പിന്നെ എന്താ അതിലേക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടും തോന്നുന്നുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ, വെറും ഉപ്പ് മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ വെള്ളം തിളച്ച് വന്നു. റവ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി ഇങ്ങോട്ട് എടുത്താൽ നമ്മൾ ഉപ്പുമാവ് റെഡി ആയിക്കോളും. സംഭവം ഇത് ഉണ്ടാക്കി നമ്മൾ ആ ചായ കുടിക്കുന്ന നേരത്തെ തന്നെ ഇത് കഴിഞ്ഞിട്ടും ഉണ്ടായിന് കേട്ടോ. ഞാൻ കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, ആരും അങ്ങനെ കഴിക്കൂല വിചാരിച്ചിട്ട്. പിന്നെ എന്തോ എല്ലാവരും ഞാനും മക്കളും തന്നെയാണ്, ഇക്കല്ല, ഞങ്ങൾ നാലാളും തന്നെ ഇത് കഴിച്ചു. അത് അപ്പം തന്നെ ആ ഒരു ചായ കുടിച്ച ആ ഒരു സമയത്ത് തന്നെ അത് കഴിഞ്ഞിട്ടും ഉണ്ടായിന് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കിട്ടിയാലൊരു സമാധാനമാണ്. ബാക്കി ആയാൽ പിന്നെ അത് നാളെ എടുത്ത് കളയലേ ഉണ്ടാവുള്ളൂ കേട്ടോ. ചൂടോടൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരത്തെ ആ ഒരു ചെറു ചായക്ക് അങ്ങനെ ആ ഒരു രീതിയിലാണ്ട് കഴിച്ചതുകൊണ്ട് കഴിഞ്ഞ്. എനിക്ക് ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കുടിച്ചപ്പോൾ എനിക്ക് നോമ്പ് ഓർമ്മയായി പോയിട്ടോ. നോമ്പിനാണല്ലോ നമ്മൾ പൊതുവെ ഇങ്ങനെ ഇതാക്കിയിട്ടൊക്കെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവച്ച് അങ്ങനെ കുടിക്കൽ നോമ്പിനാണല്ലോ. അങ്ങനെ നോമ്പ് ഓർമ്മയായി പോയിട്ടോ. അങ്ങനെ ഇതാ ചട്ടിയും ചെമ്പും ചായപാത്രവും പ്ലേറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഇതാട്ടോ അവിടെ ഇരുന്നിട്ട് തന്നെയാണ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എന്താണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. നിങ്ങളെ കമൻറ്റ് കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷവും പിന്നീട് വീഡിയോ എടുക്കാനൊക്കെ ഒരു ഇത് തോന്നുള്ളൂ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ നമ്മളെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.